ഡിസംബർ 6 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ നിക്കോളസ്, വിശുദ്ധ അബ്രഹാം, വിശുദ്ധ അസല്ല, വിശുദ്ധ ഡൈനീഷ്യ, വിശുദ്ധ ജെറാദ്. വിശുദ്ധ നിക്കോളാസ് 280-350 കാലഘട്ടത്തിലാണ് വിശുദ്ധ നിക്കോളാസ് ജീവിച്ചിരുന്നത്. സാന്താക്ലോസിൻ്റെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് ഏഷ്യ മൈനറിലെ പത്താര ഗ്രാമത്തിൽ 3-ാം നൂറ്റാണ്ടിൽ ജനിച്ച നിക്കോളാസിൽ നിന്നാണ്. അക്കാലത്ത് ഈ പ്രദേശം ഗ്രീക്കായിരുന്നു. ഇപ്പോൾ തുർക്കിയുടെ തെക്കൻ തീരത്താണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പാശ്ചാത്യവും പൗരസ്ത്യവുമായ ദേവാലയങ്ങളിലെല്ലാം ഒരുപോലെ വന്നിച്ചു പോന്നിരുന്ന ഒരു വിശുദ്ധനാണ് നിക്കോളാസ്. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ പ്രാചീന കാലത്ത് സ്ഥാപിതമായിട്ടുള്ള ബലിപീഠങ്ങളുടെയും ദേവാലയങ്ങളുടെയും എണ്ണം പരിശോധിച്ചാൽ ഇത് നമുക്ക് വളരെ വ്യക്തമായി സ്പഷ്ടമാകും. ആധുനിക തുർക്കിയിൽ ഉൾപ്പെടുന്ന ലിസിയ എന്ന പ്രദേശത്തുള്ള ഒരു ഗ്രാമമാണ് പത്താര. ഒരു ക്രിസ്ത്യാനിയായി നിക്കോളാസിനെ വളർത്തിയ ധനികരായ മാതാപിതാക്കൾ ഒരു പകർച്ചവ്യാധി ബാധിച്ച് മരിച്ചു. നിങ്ങളുടെ ഉടമസ്ഥയിലുള്ളത് വിറ്റ് പണം ദരിദ്രർക്ക് നൽകുക എന്ന യേശുവിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് നിക്കോളാസ് തൻ്റെ മുഴുവൻ അവകാശവും ദരിദ്രരെയും രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കാൻ ഉപയോഗിച്ചു. ബാല്യം മുതൽ വിശുദ്ധൻ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിച്ചിരുന്നു. കാലാന്തരത്തിൽ ഭക്താഭ്യാസങ്ങളും പ്രായശ്ചിത്തങ്ങളും കൂടുതൽ ചെയ്തു പോന്നു. ദരിദ്രരോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഗുണവിശേഷമായിരുന്നു. ഒരു വീട്ടിലെ 3 അവിവാഹിത കന്യകകൾ സ്ത്രീധനമില്ലാതെ അടിമത്തത്തിലേക്ക് വിൽക്കുവാൻ വിധിക്കപ്പെട്ടു. അദ്ദേഹം അവരുടെ വിവാഹത്തിന് ആവശ്യമായ പണം ആ വീട്ടിൽ 3 പ്രാവശ്യമായി രാത്രിയിൽ ഇട്ടുകൊടുത്തു. സ്ത്രീധനം നൽകുന്നതിന് ആവശ്യമായ ഒരു ബാഗ് സ്വർണം ജാലകത്തിലൂടെ വലിച്ചെറിയപ്പെട്ട നിലയിൽ അവരുടെ വീട്ടിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സ്റ്റോക്കിങ്ങുകളിലോ ഷൂകളിലോ സ്വർണം വന്നതായിട്ടാണ് പറയപ്പെടുന്നത്. 3-ാമത്തെ പ്രാവശ്യം പണമിട്ട് പോയപ്പോൾ ഗൃഹനായകൻ നിക്കോളാസിനെ കണ്ട് പാദങ്ങൾ മുത്തിയിട്ട് ചോദിച്ചു, നിക്കോളാസ്, അങ്ങ് എന്തിന് എന്നിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നു? അങ്ങെൻ്റെ ഉപകാരിയല്ലേ? അങ്ങല്ലേ എൻ്റെയും എൻ്റെ മക്കളുടെയും ആത്മാക്കളെ നരകത്തിൽ നിന്ന് രക്ഷിച്ചത്. ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്രിസ്തുമസ് പാപ്പ അഥവാ സാന്താക്ലോസ് വിശുദ്ധ നിക്കോളാസ് ആണെന്ന് പറയുന്നത്. നിക്കോളാസിനെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെ തുടരുന്നു. അദ്ദേഹം വിശുദ്ധ സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനം കഴിഞ്ഞ് ലിസിയായിൽ സ്ഥിതി ചെയ്യുന്ന മീറായിലെ ദേവാലയത്തിൽ ഒരു ദിവസം രാവിലെ കയറി ചെന്നു. മീറായിലെ ബിഷപ്പ് മരിച്ച ശേഷം സ്ഥലത്തെ വൈദികർ തീരുമാനിച്ചിരുന്നു, ഒരു നിശ്ചിത ദിവസം ആര് ആദ്യം ദേവാലയത്തിൽ കയറുന്നുവോ അദ്ദേഹം സ്ഥലത്തെ മെത്രാനായിരിക്കണമെന്ന്. തദനുസാരം നിക്കോളാസ് മീറായിലെ മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു. ക്രിസ്ത്യാനികളെ നിഷ്കരണം പീഡിപ്പിച്ച റോമൻ ചക്രവർത്തി ഡയക്ലീഷ്യൻ്റെ കീഴിൽ ബിഷപ്പ് നിക്കോളാസ് തൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ കഷ്ടപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ജയിലുകളിൽ ബിഷപ്പുമാരും വൈദികരും ഡീക്കന്മാരും നിറഞ്ഞിരുന്നു. യഥാർത്ഥ കുറ്റവാളികൾ, കൊലപാതകങ്ങൾ ചെയ്തവർ, കള്ളന്മാർ, കൊള്ളക്കാർ എന്നിവർക്ക് അവിടെ ഇടമില്ലായിരുന്നു. മോചിതനായ ശേഷം നിക്കോളാസ് നിസിയ കൗൺസിലിൽ പങ്കെടുത്തു. 350-ൽ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1807-ൽ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം ബാരിയിലേക്ക് മാറ്റി സംസ്കരിച്ചു. ഇന്നും ബാരിയിൽ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പിന് മുൻപിൽ പ്രാർത്ഥിക്കുന്നത് വഴിയായി അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. വിശുദ്ധനായ നിക്കോളസിൽ നിന്നുള്ള സമ്മാനങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുട്ടികൾ കാലുറകൾ തൂക്കിയിടുകയോ ഷൂസ് ഇടുകയോ പതിവായി ചെയ്തു പോന്നിരുന്നു. ചിലപ്പോൾ സ്വർണ്ണ സഞ്ചികൾക്ക് പകരം സ്വർണ്ണ പന്തുകൾ ഉപയോഗിച്ചിരുന്നു. അതിനാൽ വിശുദ്ധനായ നിക്കോളാസിനെ ഒരു സമ്മാനദാതാവായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കുട്ടികൾ, നാവികർ, ബാങ്കർമാർ, പണയം വയ്ക്കുന്നവർ, അനാഥർ, തൊഴിലാളികൾ, പണ്ഡിതർ, സഞ്ചാരികൾ, വ്യാപാരികൾ, ന്യായാധിപന്മാർ, പാവങ്ങൾ, വിവാഹം നടക്കാത്ത കന്യകമാർ, വിദ്യാർത്ഥികൾ, ബന്ദികൾ ഇവരുടെയെല്ലാം സുഹൃത്തായിട്ടും രക്ഷാധികാരിയുമായിട്ടാണ് തിരുസഭ വിശുദ്ധ നിക്കോളാസിനെ അംഗീകരിച്ചിരിക്കുന്നത്. മന്ന എന്ന് വിളിക്കപ്പെടുന്ന ഒരത്ഭുതമായ തിരുശേഷിപ്പ് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ രൂപപ്പെട്ടു. രോഗശാന്തി ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ദ്രാവക പദാർത്ഥം നിക്കോളാസിനോടുള്ള ഭക്തിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചു. സാന്താക്ലോസ് എന്ന പേരിൽ എല്ലാ ക്രിസ്തുമസ് ദിനങ്ങളിലും ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന വിശുദ്ധ നിക്കോളാസെ,
ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന, ബാലവേല ചെയ്യുവാൻ വിധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കായും പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.